ക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഈ പുതുവത്സര വേളയിൽ നമുക്കെല്ലാവർക്കും പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതിജ്ഞകളും എടുത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് മനോഹരമായ ഒരു നല്ലൊരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാം. ഈ അവസരത്തിൽ ബൈബിളിനെ അടിസ്ഥാനമാക്കി ജിബ്രാൻ്റെ ഒരു വിവരണമാണ് ഓർത്തുപോകുന്നത്. നമ്മുടെ സുന്ദരനായ ജീസസ് മലയിറങ്ങി വരികയാണ്. നല്ല വിടർന്ന മനോഹരമായ നീലത്തടാകം പോലെയുള്ള കണ്ണുകളും നല്ല തേജസ്സുള്ള മുഖവും അതുപോലെ അഴിച്ചിട്ട മുടിയുമായി ജീസസ് മലയിറങ്ങി നടന്നു വരികയാണ്. അദ്ദേഹത്തെ കേൾക്കുവാൻ ഒരു പുരുഷാരം മുഴുവൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും മുക്കുവരായിരുന്നു. അവരോട് ജീസസ് ചോദിച്ചു, നിങ്ങളുടെ വലയിൽ പുതിയ മീനുകളുണ്ടോ എന്ന് ചോദിച്ചു. അവർ തങ്ങളുടെ കൂടയിലേക്ക് നോക്കി. അവർ പറഞ്ഞു, ഇല്ല. ജീസസ് വീണ്ടും ചോദിച്ചു. ആ കൂട്ടത്തിൽ വിടർന്ന കണ്ണുകളുള്ള ഒരുവൻ്റെ നേരെ നടന്നടുത്തുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ഒരു വട്ടം കൂടി ചോദിച്ചു, നീ ചോദ്യം കേട്ടില്ലയോ? നിന്റെ വലയിൽ പുതിയ മീനുകളുണ്ടോ എന്ന് ചോദിച്ചു. ജീസസിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഉണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ബൈബിളിലെ ഓരോ വചനങ്ങൾക്കും അതിൻ്റേതായ വ്യാഖ്യാനങ്ങളും പുതിയ പുതിയ അർത്ഥതലങ്ങളുമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ 100 ബില്യണിൽ പരം ഒരുപാട് ന്യൂറോണുകൾ ചേർന്ന ഒരു വലിയ ഒരു നാഡീവ്യവസ്ഥയാണുള്ളത്. അതാണ് ഇവിടെ വല എന്നുദ്ദേശിക്കുന്നത്. ആ വലയിൽ പുതിയ മീനുകളുണ്ടോ എന്നുദ്ദേശിക്കുന്നത് ഈ നാഡീവ്യവസ്ഥയിൽ പുതിയ ആശയങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് പഴയത് തന്നെ പറഞ്ഞിരിക്കാതെ പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ തോട്ട്സ്, പുതിയ പ്രതിജ്ഞകൾ ഇതെല്ലാം എടുത്ത് നമ്മുടെ ജീവിതത്തെ നമുക്ക് സുന്ദരമാക്കാം. നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പര്യായമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാനാണ് ജീസസ് ക്രൈസ്റ്റ് പറയുന്നത്. അതുകൊണ്ട് ശത്രുതയെല്ലാം മറന്ന് വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടെയും നമുക്ക് ജീവിക്കാം. 2000 വർഷങ്ങൾക്ക് മുൻപ് ബെത്ലഹേമിൽ മേരിയുടെയും ജോസഫിൻ്റെയും മകനായിട്ടാണ് ജീസസ് ക്രൈസ്റ്റ് ഇവിടെ ജനിച്ചു വീഴുന്നത്. അതുപോലെ ക്രിസ്റ്റസ്, അതുപോലെ മാസെ എന്നീ 2 പദങ്ങൾ ചേർന്നാണ് ക്രിസ്മസ് എന്ന പദം ഉണ്ടായത്. ക്രിസ്തുവിൻ്റെ കുർബാന എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. നമുക്ക് ഈ വേളയിൽ, ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. ഉണ്ണിയേശു പിറന്നതിന് ശേഷം മാലാഖമാർ പറയുന്നു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.